ഹായ് കൂട്ടുകാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. ഞാനിടുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് തത്സമയം കാണാൻ സാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ രേണു സുധിയെക്കുറിച്ചിട്ടാണ്. ഇവിടെ പുറത്ത് ബിഗ് ബോസിലേക്ക് ഇപ്പോൾ പോയിട്ടും രേണു സുധിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പുറത്തുള്ള സമയത്തും ഒരുപാട് സൈബർ അറ്റാക്ക് രേണു സുധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നിക്കുന്നത് അതിൻ്റെ ഒരു മൈൻഡ് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയും. നിങ്ങൾ എന്ത് പറയുന്നു അത് സത്യം, ഞാൻ എന്ത് പറയുന്നു അതാണ് സത്യം. പക്ഷെ ഒരു കളങ്കമില്ല അതിൻ്റെ മനസ്സിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബിഗ് ബോസ് ഹൗസിൽ പോയതിന് ശേഷം രേണു സുധി ഒരാളെക്കുറിച്ചിട്ടും ഒരു കുറ്റം പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവിടെ 19 ആളുകൾ വന്നിട്ടും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ രേണു സുധി എന്ന ആ ഒരു വ്യക്തി ഇതുവരെ ഈ നിമിഷം വരെ ഒരാളുടെ കുറ്റങ്ങളും പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല. അനുമോള് തലയിൽ പേനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അത് കുഴപ്പമില്ലടാ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും സങ്കടം കൊണ്ട് പറഞ്ഞു, നിനക്ക് എന്നോട് ഒറ്റയ്ക്ക് പറയാമായിരുന്നു, ഇത്രയും ഒരു വലിയ വേദിയിൽ നീ അത് പറഞ്ഞത് മോശമായി, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാണുന്ന ഒരു ഷോയല്ലേ, അത് പറഞ്ഞത് മോശം തന്നെയായി എന്ന് പറയുന്നത് അത് നമ്മളും അംഗീകരിക്കുന്നു. അപ്പോൾ അല്ലാതെ അനുവിൻ്റെ കുറ്റം അവിടെ പറയുക, അവളുടെ കുറ്റം ഇവിടെ പറയുക ഒന്നും രേണു സുധി ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ശരി, ഇപ്പോൾ അതുപോലെ പുറത്തിരുന്നു കൊണ്ട് ബിഷപ്പ് പറയുന്നുണ്ട്, ഒരു പുരോഹിതൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണത്. 100 ദിനം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം, തേഞ്ഞൊട്ടി വരണമെന്ന്. ഒരു പുരോഹിതൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അയാൾക്ക് ആ ഒരു സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ല. ശരിയാണ്, രേണു സുധി ഇവിടെയാവുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു സംഭവം അവിടെ കൊണ്ട് അങ്ങ് തീർക്കുക. ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. ക്ഷമയും സഹനശക്തിയും എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തി. എന്നിട്ട് ഇപ്പോഴും പല മീഡിയയിലും കാണുന്നുണ്ട് അയാൾ രേണു സുധിയെ ശപിക്കുന്ന വാക്കുകൾ കൊണ്ട് പറയുന്നത്, ശപിക്കുന്ന വാക്കുകൾ. പക്ഷേ രേണു സുധിയുടെ മനസ്സിൽ കളങ്കമില്ലാത്തതിന് കൊണ്ട് അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഇതിപ്പോൾ 3ാമത്തെ ആഴ്ച കഴിഞ്ഞു അല്ലേ. ഇതുവരെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കുറ്റം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യും. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഞാൻ രേണു സുധിയിൽ ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റി അത് മാത്രമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടന്മാരുടെ ഒരു കളിയാണോ, ഒരു കഥയില്ലാത്ത കളിയാണോ എന്താണെന്നറിയില്ല, വാശിയാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും അതെന്നെ ഏൽക്കില്ല എന്നുള്ളത്. പിന്നെ പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ല. ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പോൾ പറയുന്നത്, അതാണ് അവസ്ഥ. പിന്നെ ഒരു കാര്യം ആരുടെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണം, എവിടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുപോലും അറിയില്ല. എന്നാലും ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട് രേണു സുധിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് 2 മക്കളാണ്. ആ 2 മക്കളെ പോറ്റി ഉണ്ടാക്കണമെങ്കിൽ ഒരമ്മ എന്ന നിലയ്ക്ക് രേണു സുധിക്ക് കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ശരിയാണ്, അച്ഛനും അമ്മയൊക്കെയാണ്, ചേച്ചിമാരാണ് കുട്ടികളെ നോക്കുന്നത്, എല്ലാം സമ്മതിച്ചു. എന്നാലും അതിൻ്റെ ഉള്ളിലും കുറേ വേദനകൾ ഉണ്ടാവും. സ്ത്രീകൾക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമുള്ള വേദനകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് രേണു കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായി ഇടുക. ഓക്കെ, ബൈ ബൈ.